ഹലോ ഡിയേഴ്സ്, എല്ലാവർക്കും ചെമ്പനീർ പൂവ് പുത്തൻ പ്രൊമോ വിശേഷങ്ങളിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്നത്തെ ഒരു പ്രൊമോയിൽ നമ്മുടെ സച്ചിയും രേവതിയും ഭയങ്കര ഹാപ്പി ആണല്ലേ അല്ലെ. അപ്പൊ നമ്മുടെ രേവതിയുടെ അടുത്ത് നമ്മുടെ സച്ചി പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിനക്ക് ഇഷ്ടപ്പെട്ട ചിക്കൻ ബിരിയാണിയൊക്കെ മേടിത്തരാം. ആ ചിക്കൻ ബിരിയാണിയൊക്കെ മേടിച്ചു കൊടുക്കാൻ വേണ്ടി ഒരു കടയിൽ കയറുന്നുണ്ട് കേട്ടോ ഇവര്. അപ്പൊ ആ കടയിൽ കയറുമ്പോൾ ആരിയ്ക്കുന്നു അവിടെ? നമ്മുടെ ശ്രീകാന്തും നമ്മുടെ വർഷയും കൂടി ഇരുന്ന് ഫുഡ് കഴിക്കുന്നു. അപ്പൊ ഇവരെ കാണുമ്പോൾ തന്നെ നമ്മുടെ സച്ചി ദേഷ്യപ്പെട്ട് അവിടെ നിന്നും ഇറങ്ങി പോകുന്നുണ്ട് കേട്ടോ. അപ്പൊ സച്ചി ഇങ്ങനെ ഇറങ്ങി പോകുന്നത് നമ്മുടെ ശ്രീകാന്ത് കാണുന്നുണ്ട്. അപ്പൊ ശ്രീകാന്ത് പുറകെ ഓടി ചെല്ലുന്നുണ്ട്. സച്ചിയേട്ടാ, എന്താ ഇറങ്ങി പോകുന്നേ? എന്നോടുള്ള ദേഷ്യമൊന്നും മാറിയില്ലേ സച്ചിയേട്ടാ? എത്ര നാളെ സച്ചിയേട്ടനെ കണ്ടിട്ട് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നമ്മുടെ ശ്രീകാന്ത് ഒരു പഴയൊരു സ്നേഹത്തോട് ഇങ്ങനെ വർത്താനം പറയുന്നുണ്ട്. അപ്പൊ നമ്മുടെ സച്ചി പറയുന്നുണ്ട്, നിന്നോട് ദേഷ്യപ്പെടാൻ ഞാൻ നിന്റെ ആരാ എന്നൊക്കെ ചോദിച്ചിട്ട് ഭയങ്കരമായിട്ട് ഇങ്ങനെ പറയാ, ഭയങ്കര ദേഷ്യപ്പെട്ട് ഇങ്ങനെ ശ്രീകാന്തിന്റെ അടുത്ത് സംസാരിക്കുമ്പോൾ നമ്മുടെ വർഷയ്ക്ക് അതങ്ങോട്ട് സഹിക്കുന്നില്ല. വർഷയ്ക്ക് അങ്ങോട്ട് ഭയങ്കരമായിട്ട് പൊള്ളിപ്പോയി. അപ്പൊ നമ്മുടെ വർഷ പറയുന്നുണ്ട്, ഇയാക്കടെ തറ സ്വഭാവമാണ്, ഇയാക്കടെ ഒരു സ്റ്റാൻഡേർഡ് ഇല്ലാത്ത സ്വഭാവമാണെന്ന് കണ്ടാ അറിയാം, കേട്ടാ അറിയാം എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ വർഷ കുറെ ഡയലോഗ് അടിക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ സച്ചി പറയുന്നുണ്ട് കേട്ടോ, രേവതിയുടെ അടുത്ത് ഇങ്ങനെ പറയുന്നുണ്ട്, കണ്ടില്ലേ അവക്കടെ വർത്താനം, എന്തൊരു അഹങ്കാരം പിടിച്ച വർത്താനമാണെന്ന് നോക്കിയേ, ഇവളെയല്ലേ നീ സപ്പോർട്ട് ചെയ്ത് എന്റെ അടുത്ത് സംസാരിച്ചേ എന്ന് നമ്മുടെ രേവതിയുടെ അടുത്ത് പറയുന്നുണ്ട്. രേവതി നമ്മുടെ വർഷയെ ആ ഒരു ദേഷ്യത്തോടുകൂടി നോക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ എന്തായാലും രേവതി സച്ചി ആരപമാനിച്ച് സംസാരിച്ചാലും നമ്മുടെ രേവതി അത് വിട്ടുകൊടുക്കൂല അല്ലെ. ശ്രീകാന്ത് ആയാലും ശരി, വർഷയായാലും ശരി, ആരായാലും ശരി, രേവതി അത് വിട്ടുകൊടുക്കാൻ പോകുന്നില്ല. അപ്പൊ രേവതി എങ്ങനെയായിരിക്കും ഇവരുടെ അടുത്ത് പ്രതികരിക്കാൻ പോകുന്നത് എന്നാട്ടോ നമുക്ക് നാളത്തെ എപ്പിസോഡിൽ കണ്ടു തന്നെ അറിയേണ്ടത്. അപ്പൊ നമുക്ക് എന്തായാലും നോക്കാട്ടോ. അപ്പൊ ഇതുപോലെ പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.